നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രേണുക. കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ട വരുൺ എന്ന യുവാവ് മരിച്ചത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇതുവരെ പ്രചരിപ്പിച്ചത്. എന്നാൽ പോലീസ് സ്ഥലത്തെത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും പോസ്റ്റ്മോർട്ടം റിസൾട്ടിൽ അതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് കൊലയാളിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയും കേസിൽ ഇതുവരെയും ഒരു തെളിവും ലഭിക്കാത്തതിന്റെ ഭാഗമായി അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുന്നു. പോലീസ് ഒന്ന് അന്വേഷണം നടത്തിയിട്ട് കൊലയാളിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. ഇത് എവിടെ പോയി വിളിച്ചിരിക്കുകയായിരുന്നു? ഈ കേസ് നമ്മൾ തന്നെ തെളിയിപ്പിക്കും. അവൻ എവിടെ വിളിച്ചാലും അവനെ പൊക്കി. അവൻ എവിടെ പോയാലും അവനെ നമ്മൾ പോയി. ഏതോ അവൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വേണം. ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ഇന്ന് ഞാനൊരു കലക്കും. സ്ഥിരം പോകുന്ന അടുത്ത് തന്നെ പോയി അടിക്കാം. അയ്യോ, പണി വാളിയല്ലോ. വേഗം ഇവിടുന്ന് വിടാം. പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. എന്താടാ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയത്? പിന്നെ ഒരു പന്തി കിടന്നല്ലോടാ. അത് സാർമാരെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അത് സാറേ, ഞാനൊന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊരു സാധനം എന്താടാ? അത് സാറേ വണ്ടിക്കകത്ത് ഇരിക്കുന്നു. ഏതു ആ വണ്ടി ഒന്ന് പരിശോധിക്കും. അയ്യോ, പണി പാളി. സാറേ വേണ്ടേ വെള്ളം, ഗ്ലാസ്, വേണ്ട ടക്കിങ്സ്, വേണ്ട മെയിൻ ഐറ്റം. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? കൊണ്ടുപോകാടായിരിക്കുന്നത്. ഇതിനാണോ പ്രതി എന്ന് എനിക്ക് സംശയമുണ്ട് സാറേ. ഇന്ന് ഞങ്ങൾ പൂട്ടുന്നു. സത്യമായിട്ട് പറഞ്ഞോ. അയ്യോ, എല്ലാം കൈവിട്ട് പോയി. എന്താടാ നിന്റെ പേര്? സാറേ, എൻ്റെ പേര് അജയ്. നിനക്ക് നിന്റെ വീട്ടിൽ പോയി കഴിച്ചൂടെ? അത് പെണ്ണുമ്പോളെ വിഷയം ഉണ്ടാകും സാറേ. ഒരു സ്ഥലത്ത് മദ്യപിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയത്തില്ലേ? നിന്റെ പിടിച്ച് അകത്തിട്ടോ? അയ്യോ വേണ്ട സാറേ, ഞാനിനി ആവർത്തിക്കില്ല സാറേ. ഇവിടെ ഒരു കൊലപാതകം നടന്ന സ്ഥലമെന്ന് നിനക്കറിയത്തില്ലേ? നീ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാണോ? അയ്യോ, എനിക്ക് അറിയത്തില്ല സാറേ, ഞാൻ അവിടെ ഇല്ലായിരുന്നു. മതിയടാ നീ കിടന്നു വിട്ടേണ്ടത്. നിന്റെ നിപ്പുമുഖം കണ്ടാൽ അറിയാറില്ലേ നീ ഇതിനകത്തൊരു പങ്കുണ്ടെന്ന്? നിനക്ക് ഈ മരിച്ച വരനെ അറിയാമോ? അറിയാം സാറേ. നമുക്ക് കുറച്ച് സംസാരിച്ചിട്ടില്ല. താഴോട്ട് പോയിട്ട് നിനക്ക് വരുന്ന എങ്ങനെയാ പരിചയം? അപ്പം ഞാൻ പമ്പ് ഹൗസിലാണ് വർക്ക് ചെയ്തത്. സംഭവം നടക്കുമ്പോൾ താനവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സാറേ. താനാണോ വന്ന് പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു? ആണ് സാറേ. താൻ എത്ര മണിക്കാണ് യുവാവിൻ്റെ ബോഡി കണ്ടത്? അത് കഴിഞ്ഞ മാസം 8-ാം തീയതി 7-7:30 മണിയായിരുന്നു സാറേ. താൻ അന്ന് 7:30-ക്ക് എന്തിനാണ് അവിടെ പോയത്? സാറേ, ഞാൻ എന്നും പതിവ് പോലെ 2 അടിക്കാൻ അവിടെ പോകും. അപ്പം പോയപ്പം കണ്ടതാണ്. നീ സത്യത്തിൽ
കണ്ടത്? അന്ന് രാത്രി സാറേ ഞാൻ വരുണിനെ അവിടെ വെച്ച് കണ്ടില്ല. പിന്നെ ഞാൻ രണ്ടെണ്ണം വീശാൻ വേണ്ടി വന്നപ്പോഴത്തേന് ഞാൻ അങ്ങനെ പവർ ഹൗസിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ഒരാൾ കിടക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വരുണാ കാണുന്നത് അവിടെ. അങ്ങനെ വരുണിനെ ഞാൻ തട്ടി വിളിച്ചു, അവന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ നനക്കൊന്നുമില്ല. അനങ്ങാതെ നിന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. അപ്പോൾ ആ പേടിയിൽ ഉടനെ ഞാൻ സാറിനെ ഫോൺ ചെയ്ത് സാറിനെ വിളിക്കുകയും ചെയ്തത്. ഞാൻ നിന്നൊരു ഫോട്ടോ കാണിക്കാം, നിനക്ക് അവനെ അറിയാമോ? സാറേ, ഞാൻ അന്നത്തെ ദിവസം ഞാൻ കഴിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്നത്തെ ദിവസം കണ്ടതായിട്ട് എനിക്കിങ്ങനെ അന്നല്ല, അങ്ങനെ പല ദിവസങ്ങളായിട്ട് ഈ വരുന്ന വഴിയിൽ ഞാൻ നമുക്ക് പവർ ഹൗസിലോട്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ കാണാറുണ്ട്. ഇനി നീ അവനെ കാണുമ്പോൾ ഞങ്ങളെ വിവരം. ഓക്കെ സാറേ, ഞാൻ കടന്ന് ഞാൻ വിളിച്ചു പറയാം. എന്നാൽ ശരി, താങ്ക് യു. ഇവിടെ ഇരുന്ന് അങ്ങ് അടിക്കാം. നല്ല സ്ഥലം. വീട്ടിലാണെങ്കിൽ പെണ്ണുമ്പിളയുടെ ഒളിച്ചത്തൊട്ടി. നാട്ടിലെവിടെയെങ്കിലും പോയി കഴിക്കുന്ന കഴിഞ്ഞാൽ CBIക്കാർ വന്നിട്ട് ശല്യം. ഇവിടെ ആകുമ്പോൾ ഓരോരുത്തരുടെ ശല്യമില്ല. നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല നിലാവും, സൂപ്പർ സ്ഥലം. ഇവിടെയാകുമ്പം CBIയും ഇല്ല, കൊലയാളിയും ഇല്ല, പെണ്ണുമ്പിളയും ഇല്ല, സമാധാനം. ക്ലാസ്സില്ലല്ലേ, എന്തായാലും ചെയ്യാം. ആരുടെ സൗണ്ട് പോലെ ആണല്ലോ. ആരുടെ സൗണ്ട് തന്നെ. ഇവിടെയും സമാധാനമില്ലേ? കാണിച്ച് അതൊന്ന് ഞാൻ പോവാം, ആയിരിക്കും നല്ലത്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇനി പെണ്ണുമ്പിള്ളയുടെ അടി കൊണ്ട് ചാവുന്നതിന് മുമ്പ് ആനയുടെ ചവിട്ട് കൊണ്ട് ചാവേണ്ടി വരുമോ? ഇവിടെയും വന്ന് പെട്ടോ. എന്ത് കഷ്ടാലെന്ന് പറയാം. ഈ മാസം മുഴുവനും CBI മണ്ണാങ്കട്ട. അജയ് വിളിച്ചായിരുന്നല്ലോ ഇന്നലെ 11 മണിക്ക്. എന്തിനായിരിക്കും?
കോൾ കണ്ട് താനെന്തിനാ ഇന്നലെ വിളിച്ചത്? അതെ സാറേ, ഞാൻ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. എന്താ? ഇന്നലെ ഞാൻ ആ കൊലയാളിയെ കണ്ടു. എവിടെ വെച്ചാ? കൊളത്തൂപ്പുഴയെ വെച്ച്. അല്ല, അന്ന് രാത്രി താൻ എന്തിനാ അവിടെ പോയേ? അതെ സാറേ, ഞാനൊന്ന് വീശാൻ വേണ്ടിയാ അവിടെ പോയത്. എടോ, താൻ ഈ നാട് നിറഞ്ഞുള്ള വീശകം നിർത്തിയില്ലെങ്കിൽ തന്നെ അവനെ വീശും. അയ്യോ സാറേ, അവൻ എന്നെ കൊല്ലാൻ വന്നു. അവൻ കയ്യിലൊരു ചുറ്റിയായിട്ടാ വന്നത്. താനൊന്ന് കരുതിയിരുന്നോ അടുത്ത ടാർഗറ്റ് താനായിരിക്കാം? അയ്യോ സാറേ, സാറെന്താ ഈ പറയുന്നേ? താനിപ്പോ എവിടെ ഉണ്ട്? സാറേ, ഞാനേ കൊളത്തൂപ്പുഴയിലുണ്ട്. താനവിടെ നിൽക്കും, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. ഞങ്ങൾക്ക് ആ സ്ഥലമൊക്കെ കാണാം. ആയിക്കോട്ടെ സാറേ. സാറേ, ഞാൻ ഇവിടെ വെച്ച് അവനെ കണ്ടത്. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ ഒക്കെ വരുന്നത്? സാറേ, ഞാൻ ഇനി ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യൂല. ചെയ്യാതിരുന്ന നിനക്ക് കൊള്ളാം. സാറ് കണ്ട് മൊത്തന്മാരെ പോലുള്ളമാർ അതുകൊണ്ട് ഒരുത്തം വരുന്നു. നീ വാടാ. അതാ വരവ് കണ്ടോ? അവ നമ്മളെ കണ്ടിട്ടില്ല. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ എന്തോ കയ്യിരിക്കുന്നുണ്ട്. കിട്ടിയാൽ മനസ്സിലായി. എന്തോ ഇവിടെ എന്തോ അല്ല, അടിക്കാനായിട്ട് അറിയാം. അജയ്, നിനക്ക് പറ്റിയ കൂട്ടാവുന്നതാണ്. ഇനിയൊന്നും അറിയില്ല സാറേ. നീ ഇപ്പൊ എവിടെ പോന്നു? ഞാൻ വീട്ടിൽ പോകും. വീട് എവിടാ? എനിക്കറിയാം സാറേ, എൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആക്കി നീ ഇവൻ്റെ കൂടെ പോ. നീ ഇവനെ സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ട് നീ അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കണം. വണ്ടി കയറും. ഹെൽമെറ്റ് ഒന്നും ഇല്ലല്ലേ? ഇല്ല സാറേ, പെട്ടെന്നൊന്നും എടുത്തില്ല. ഇത് ആവർത്തിക്കല്ലേ? കുറ്റിയും അടിച്ചെടുക്കാൻ. പിന്നെ പോകുമ്പോൾ എനിക്കും കൂടെ കുറച്ച് തരണം. എനിക്കതൊന്നും വരുന്നില്ല. നമുക്ക് അങ്ങനെ ഞാൻ ഇനി വീട്ടിൽ കൂട്ടാക്കുന്നില്ലേ? ഉണ്ടെങ്കിൽ തരാം, വിട്. എന്തായാലും രണ്ടിനെ ഒഴിപ്പിച്ച് കിട്ടും, സമാധാനമാണ്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോകാം. ശരിയെന്നാ, നമുക്ക് രാത്രി കൂടണം കേട്ടോ. ഞാൻ വിളിക്കാം. വിളിക്കേ. ക്ലാസ് ഇല്ല. ഇതിട്ട് പറഞ്ഞില്ലേ ക്ലാസ് എടുത്തുണ്ട്. കുഴപ്പമില്ല, ഇനി ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അതെ, അണ്ണൻ ആദ്യം അടി. വേണ്ട അതടി. കഴിയണം. അതാ ഞാനൊന്ന് മൂത്രം വെച്ചിട്ട് കേട്ടോ. എടോ,
ആ അജയ്, എടാ നീ എൻ്റെ ഡ്രസ്സ് മാറി. ഇച്ചിരി മുമ്പ് നീ എന്താ വന്ന്? ഇത് കൊള്ളാണ്, ഇത് ശരിയല്ല കേട്ടോ. ഞാൻ പോകുന്നത് നീ ആദ്യം അവിടെ നിന്നല്ലടാ. ഇത് ഉടനെ വീണ്ടും നിന്ന് ഡ്രസ്സ് മാറി കളിക്കുക. ഡ്രസ്സ് മാറി കളിക്കുന്ന പന്നപ്പടി കേട്ടോ. ഞാനോ? ഞാനിപ്പോ നിനക്കെന്തോടെ കള്ളും തലമുണ്ട കയറിയ? എന്നാലും എടാ നീ ഇത്ര പെട്ടെന്ന് അങ്ങനെ ഡ്രസ്സ് മാറി വന്നു? നീ അല്ലേ അവിടെ പിന്നെ കണ്ട? അതാരാടാ? ഇവനെ എല്ലാവരും നേരത്തെ നീ അല്ലേ അത്? എടാ ഇവനാടാ എല്ലാത്തിനും പ്രശ്നം. എന്ത് പ്രശ്നം? എടാ എന്നെ കൊല്ലം വരെ വന്നതാടാ. എടാ അജയ്, നിന്റെ പ്രശ്നം അവനെ അടിച്ചെടുത്തിട്ട് വേണ്ടടാ, നീ പോകണ്ട, നമുക്ക് ആ സാറുമാരെ വിളിക്കാം. സാറന്മാര് വിചാരിച്ചിട്ട് വല്ല നടന്നോ? ഇല്ല, ഞാൻ വിളിക്കട്ടെ, ഇപ്പം വിളിക്കാം. നിക്കടാ, സാറുമാര് ഫോൺ എടുക്കുന്നില്ലല്ലേ? പോവരുത്. നിന്നെ തന്നെയുടെ അത്ര എന്നാണ് ഞങ്ങൾ തേടി നടന്നത്. ശിക്ഷിക്കാം. ആയതോ ഹലോ ഹലോ അജയ്, നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാറേ? നീ എവിടാ? ഞാൻ വീടിൻ്റെ താഴെയുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ആ വയലിൻ്റെ അങ്ങോട്ട് വാ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഓക്കെ സാറേ, ഓക്കെ.
എപ്പോൾ വന്നു? വന്നായിരുന്നു. അപ്പോൾ അജയ് തന്നോട് ഞാൻ പറയാൻ വന്ന കാര്യം, ആ കൊലയാളി ജയിലിൽ ചാടിയിട്ടുണ്ട്. നീ അറിഞ്ഞായിരുന്നു? അയ്യോ എപ്പോഴാ? അത് കുറച്ച് ദിവസമായി. ഇന്ന് നിൻ്റെ ഈ രാത്രിയുള്ള സഞ്ചാരമൊക്കെ നിർത്തണം. കാരണം അവൻ ഈ രാത്രിയാണ് കൂടുതലും കൊലപാതകങ്ങൾ നടത്താറുള്ളത്. പിന്നെ പകലും ഇറങ്ങും. അതുകൊണ്ട് പരമാവധി നീ ഒന്ന് സൂക്ഷിച്ചോ. നിൻ്റെ ഒരു വലം കൈ ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ അടുത്തോടെ ഒന്ന് പറഞ്ഞേരെ. നിങ്ങളെ രണ്ടുപേരെയും കൂടാണ് അവൻ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അവൻ്റെ അടുത്തോടെ പറഞ്ഞേരെ രാത്രി സഞ്ചാരം ഒഴിവാക്കാൻ. രണ്ടുപേരും ഒന്ന് സൂക്ഷിച്ചേരെ. അയ്യോ സാറേ, ഞാൻ എൻ്റെ രാത്രി സഞ്ചാരവും നിർത്തി. ഞാൻ എൻ്റെ കള്ളുകൂടിയെ നിർത്തി. ഞാൻ ഇനി വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നേ ഇല്ല. എനിക്കെൻ്റെ ജീവനാ സാറേ മുഖ്യം. താൻ നന്നായാൽ തനിക്ക് കൊള്ളാം. ഞാൻ പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചേരെ. എന്നാൽ ശരി, അപ്പോൾ കാണാം. അയ്യോ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഞാൻ അവൾ? നോക്കമ്മേ, ആ കൊലയാളി ജയിലിൽ ചാടി വീണ്ടും. അതോട് രക്ഷപ്പെട്ടില്ലേ? ഞാൻ അജയുടെ കാര്യം കഷ്ടത്തിലാന്നല്ല മോളെ. അവൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതിയായിരുന്നു അല്ലേ? ദൈവമേ, അവനെ നീ കാത്തോളേ.